മുണ്ടക്കൈ ഉരുൾപൊട്ടൽ പുനരധിവാസവുമായി ബന്ധപ്പെട്ട ടൗൺഷിപ്പിനായുള്ള ഗുണഭോക്താക്കളുടെ ആദ്യഘട്ട കരട് പട്ടിക പ്രസിദ്ധീകരിച്ചു. 388 കുടുംബങ്ങളാണ് ഒന്നാം ഘട്ട കരട് പട്ടികയിലുള്ളത്. വീട് നഷ്ടപ്പെട്ടവരും ആൾനാശം സംഭവിച്ചവരുമാണ് ആദ്യ പട്ടികയിലുള്ളത്. സുലേഖ ശശികുമാർ ചേരുകയാണ്. സുലേഖ, ആദ്യ പട്ടികയിൽ 388 കുടുംബങ്ങൾ. പക്ഷേ ഏറ്റവും ദുഃഖകരമായ സാഹചര്യം, ഇതിൽ പല കുടുംബങ്ങളിലെയും ആളുകൾ ആരും അവശേഷിക്കുന്നില്ല എന്നുള്ളതാണ്. പരാതികൾ എത്ര വരെ അറിയിക്കാൻ എത്ര വരെ സമയമുണ്ട്? എങ്ങനെയാണ് വിശദവിവരങ്ങൾ? എന്തായാലും ചൂരൽമല മുണ്ടക്കൈ ഉരുൾപൊട്ടൽ ദുരന്തത്തിൽ പുനരധിവാസവുമായി ബന്ധപ്പെട്ടുള്ള ആദ്യ കരട് പട്ടികയാണ് ഇപ്പോൾ പ്രസിദ്ധീകരിച്ചിട്ടുള്ളത്. ടൗൺഷിപ്പിനുള്ള ഗുണഭോക്താക്കളുടെ ആദ്യ കരട് പട്ടിക. ഇതിൽ സൂചിപ്പിച്ചതുപോലെ തന്നെ 388 കുടുംബങ്ങളാണ് ഉൾപ്പെട്ടിട്ടുള്ളത്. പക്ഷേ ഈ ദൗർഭാഗ്യം എന്ന് പറയട്ടെ, 17 കുടുംബങ്ങളിലെ ആരും തന്നെ ജീവിച്ചിരിപ്പില്ല എന്നതുകൂടി പറയേണ്ടതുണ്ട്. ഒപ്പം കരട് പട്ടികയിൽ ആക്ഷേപമുള്ളവർക്ക് 15 ദിവസത്തിനകം പരാതി സമർപ്പിക്കാം എന്നുള്ളത് തന്നെയാണ്. അപ്പം 30 ദിവസത്തിനകം, ഈ 15 ദിവസത്തിനകം പരാതി സമർപ്പിച്ച് ആ പരാതികളൊക്കെ തന്നെയും പരിശോധിച്ചതിനു ശേഷം 30 ദിവസത്തിനകം അന്തിമ പട്ടിക പ്രസിദ്ധീകരിക്കുമെന്നത് തന്നെയാണ് ഇപ്പോൾ റവന്യൂ വകുപ്പ് അറിയിക്കുന്നത്. വീട് നഷ്ടപ്പെട്ടവരും ആൾനാശം സംഭവിച്ചവരുമാണ് ആദ്യഘട്ട പട്ടികയിൽ ഉൾപ്പെട്ടിട്ടുള്ളത്. പട്ടിക സംബന്ധിച്ച് ചർച്ച ചെയ്യാൻ നാളെ മേപ്പാടി പഞ്ചായത്ത് ഓഫീസിൽ പഞ്ചായത്ത് ഭരണസമിതിയുടെയും ഒപ്പം ഉദ്യോഗസ്ഥരുടെയും യോഗം ചേരുന്നുണ്ട്. മാനന്തവാടി സബ് കളക്ടറാണ് ഇത്തരത്തിൽ പട്ടിക തയ്യാറാക്കാൻ ഒരു ചുമതല നൽകിയിരുന്നത്. ഇത്തരത്തിലാണ് ഈ പട്ടിക തയ്യാറാക്കിയിട്ടുള്ളത്. ഈ പട്ടികയിൽ 388 കുടുംബങ്ങളാണ് ഉൾപ്പെട്ടിട്ടുള്ളത്. 17 കുടുംബങ്ങളിലെ ആരും, ഈ 388 കുടുംബങ്ങളിലെ 17 കുടുംബങ്ങളിലെ ആരും ഇപ്പോൾ ജീവിച്ചിരിപ്പില്ല എന്നതാണ് ഈ പട്ടികയുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്. ഒപ്പം നേരത്തെ പറഞ്ഞതുപോലെ തന്നെ പട്ടികയിലെ ആക്ഷേപങ്ങളും അഭിപ്രായങ്ങളും ഉന്നയിക്കാൻ 15 ദിവസം നൽകിയിട്ടുണ്ട്. 15 ദിവസത്തിനുള്ളിൽ മേപ്പാടി പഞ്ചായത്തിലോ വെള്ളാർമല വില്ലേജ് ഓഫീസിലോ വൈത്തിരി താലൂക്ക് ഓഫീസിലോ സബ് കളക്ടറുടെ മെയിലിലേക്കോ പരാതി നൽകാമെന്നതാണ് അറിയിക്കുന്ന ഒരു കാര്യം. മേപ്പാടി പഞ്ചായത്തിലും വെള്ളാർമല പഞ്ചായത്തിലും ലിസ്റ്റ് പ്രസിദ്ധീകരിക്കുന്നുണ്ട്. ഇവിടെ പ്രത്യേകം ഹെൽപ്പ് ഡെസ്കുകൾ ഉണ്ടാകും. 15 ദിവസം ഈ ഹെൽപ്പ് ഡെസ്കുകൾ പ്രവർത്തിക്കും. ഈ പരാതികൾ ഈ ഹെൽപ്പ് ഡെസ്കിലും നൽകാമെന്നതാണ് മന്ത്രി കെ രാജൻ അറിയിക്കുന്ന ഒരു കാര്യം. എന്തായാലും ചൂരൽമല മുണ്ടക്കൈ ഉരുൾപൊട്ടൽ പുനരധിവാസവുമായി ബന്ധപ്പെട്ട ടൗൺഷിപ്പിനുള്ള ഗുണഭോക്താക്കളുടെ ആദ്യ കരട് പട്ടികയിൽ 388 കുടുംബങ്ങളാണ് ഉൾപ്പെട്ടിട്ടുള്ളത്. ഇതിൽ 17 കുടുംബങ്ങളിലെ ആരും തന്നെ ജീവിച്ചിരിപ്പില്ല. അതുകൊണ്ട് തന്നെ ഈ 371 പേർക്കാണ് ഇത്തരത്തിലുള്ള പുനരധിവാസവുമായി ബന്ധപ്പെട്ടുള്ള ഗുണഭോക്താക്കളായി 371 പേരാണ് ഉണ്ടാവുക. 10, 11, 12 വാർഡുകളിലെ ദുരന്തം നേരിട്ട് ബാധിച്ചവരുടെ ലിസ്റ്റാണ് ഇപ്പോൾ പ്രസിദ്ധീകരിച്ചിട്ടുള്ളത്. ശരി, സുലേഖ ശശികുമാറാണ് വിവരങ്ങൾ നൽകിയത്. ആദ്യഘട്ട പട്ടികയിൽ 388 കുടുംബങ്ങളുണ്ട്. 15 ദിവസമാണ് പരാതികൾ അറിയിക്കാനുള്ള സമയം.